ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപുരോഗതിയുടെ ചാലക ശക്തികളാണ് സ്ത്രീകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാനും രാഷ്ട്രീയ പോഷൺ മാസാചരണത്തിനും പ്രധാനമന്ത്രി മധ്യപ്രദേശിൽ തുടക്കം കുറിച്ചു. 75ാം ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന പ്രമുഖർ. അസാധാരണമായ നേതൃപാടവത്തിലൂടെ അദ്ദേഹം കഠിനാധ്വാനത്തിന്റെ സമുന്നത മാതൃകയായി മാറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2 ആഴ്ച നീളുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. രാജ്യത്തുടനീളം നടക്കുക വിപുലമായ ശുചിത്വ യജ്ഞങ്ങൾ. അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി സംബന്ധിച്ച ചർച്ചകൾ നിയമസഭയിൽ പുരോഗമിക്കുന്നു. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യൻ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര ഇന്നിറങ്ങും. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ UAE നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപുരോഗതിയുടെ ചാലക ശക്തികളാണ് സ്ത്രീകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ധാറിൽ സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാനും 8ാമത് രാഷ്ട്രീയ പോഷൺ മാസാചരണത്തിനും തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ 1 ലക്ഷത്തിലധികം ആരോഗ്യ ക്യാമ്പുകൾ ഇതോടനുബന്ധിച്ച് അടുത്ത 2 ആഴ്ചയ്ക്കിടെ സംഘടിപ്പിക്കും. രാജ്യത്തെ സ്ത്രീകൾക്കായി ഈ സംരംഭം സമർപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകളുടെ ജീവന് ഭീഷണിയായ രോഗങ്ങളെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതിന് അനുയോജ്യമായ ചികിത്സ നൽകി രോഗമുക്തമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വിളർച്ച, ക്ഷയരോഗം, മറ്റ് രോഗങ്ങൾ എന്നിവ തുടക്കത്തിലെ കണ്ടെത്തുന്നതിനും മാതൃശിശുക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഇതിലൂടെ സാധിക്കും. ക്യാമ്പിലെത്തുന്ന സ്ത്രീകൾക്ക് ചികിത്സയും മരുന്നും സൌജന്യമായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. राष्ट्र की प्रगति का मुख्य आधार है. हमारा मकसद है एक भी महिला जानकारी या संसाधनों के अभाव में गंभीर बीमारी का शिकार न हो. मेरी यही आपसे कहना है. इन स्वास्थ्य कैंपों में इन सारी जांचों के लिए कितनी ही महंगी क्यों न हो जांच, आपको एक नया पैसा नहीं देना पड़ेगा. ഗോത്രവർഗ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ആദി സേവാ പർവിനും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. ധാർ ജില്ലയിലെ ഭൈൻസോല ഗ്രാമത്തിൽ സ്ഥാപിതമാകുന്ന രാജ്യത്തെ ആദ്യ PM മിത്ര പാർക്കിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. 75ാം ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ. അസാധാരണമായ നേതൃപാടവത്തിലൂടെ കഠിനാധ്വാനത്തിന്റെ ഉന്നത മാതൃകയായി മാറിയ നേതാവാണ് ശ്രീ മോദിയെന്ന് രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ആഗോള സമൂഹം അദ്ദേഹത്തിൽ ദൃഢവിശ്വാസം അർപ്പിച്ചിരിക്കുകയാണെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘദർശിയായ നേതൃശേഷി ഇന്ത്യയെ ആഗോളതലത്തിൽ മുന്നോട്ട് നയിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകമാണ് ശ്രീ മോദിയെന്നും ജനക്ഷേമത്തിനായി അദ്ദേഹം വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി അമിത് ഷാ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും നയവ്യക്തതയും ജനജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചതായും ആശംസാ സന്ദേശത്തിൽ പറയുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളും പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസകൾ നേർന്നു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ 9ാം പതിപ്പിന് രാജ്യത്ത് ഇന്ന് തുടക്കമായി. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 വരെ നീളുന്ന 15 ദിവസത്തെ ക്യാമ്പയിനിലൂടെ ശുചിത്വം, മാലിന്യ സംസ്കരണം തുടങ്ങിയവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം ശുചിത്വ യജ്ഞങ്ങൾ സംഘടിപ്പിക്കും. കേരളത്തിൽ ശുചിത്വോത്സവം എന്ന പേരിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും മാലിന്യം കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി വൃത്തിയാക്കും. ശുചീകരണ തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJPയും രാജ്യവ്യാപകമായി 2 ആഴ്ചത്തെ സ്വച്ഛതാ പക്ഷാചരണം ഇന്നു മുതൽ സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയാണ് കഴിഞ്ഞ 11 വർഷമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്. ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര സേവാ പർവിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ N. ചന്ദ്രശേഖരൻ സംസാരിക്കുന്നു. പ്രധാനമന്ത്രിക്ക് രാജ്യത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളാണ് ഉള്ളതെന്നും ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതിനായി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെന്നും ശ്രീ N. ചന്ദ്രശേഖരൻ പറഞ്ഞു. He has
ambitions of gigantic size. He wants India to be the nation which is economically very advanced, technologically leading, and self-reliant. On the other hand, he is constantly thinking and driving programs about how the quality of life can be improved for every citizen. ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ വ്യക്തികളിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന രക്തദാന ക്യാമ്പിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് രക്തം ദാനം ചെയ്തു. രാജ്യമെമ്പാടുമായി നടക്കുന്ന മെഗാ രക്തദാന ക്യാമ്പിന്റെ ഭാഗമായി 7000 ക്യാമ്പുകളിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് 3 ലക്ഷം യൂണിറ്റ് രക്തം ശേഖരിക്കുകയാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ആരോഗ്യമേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി സംബന്ധിച്ച ചർച്ചകൾ നിയമസഭയിൽ പുരോഗമിക്കുന്നു. വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. രോഗവ്യാപനം തടയാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ലെന്നും വീട്ടിൽ കുളിക്കുന്നവരിൽ പോലും രോഗബാധ കാണപ്പെടുന്നുണ്ടെന്നും ഉപക്ഷേപം അവതരിപ്പിച്ച പ്രതിപക്ഷാംഗം N. ഷംസുദ്ദീൻ പറഞ്ഞു. രോഗബാധ സംബന്ധിച്ച യഥാർത്ഥ കണക്കുകൾ സർക്കാർ മറച്ചുവെക്കുന്നതായും പ്രതിപക്ഷം ആരോപിച്ചു. രോഗകാരണം, ചികിത്സാ പ്രോട്ടോകോൾ എന്നിവയിൽ ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുന്നതായും കേന്ദ്ര സർക്കാരിന്റെ വിദഗ്ധ ഏജൻസികളുടെ സേവനം ഇക്കാര്യത്തിൽ തേടണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയിൽ ആവശ്യപ്പെട്ടു. TI മധുസൂദനൻ, മോൻസ് ജോസഫ്, P. ബാലചന്ദ്രൻ, PC. വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. നിയമസഭയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലുണ്ടായിട്ടുള്ള പ്രതിസന്ധിയും ആശങ്കയും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് ചട്ടം 50 പ്രകാരം N. ഷംസുദ്ദീൻ അടക്കമുള്ളവർ അവതരിപ്പിച്ച ഉപക്ഷേപത്തെ തുടർന്നാണ് സഭയിൽ ചർച്ച നടക്കുന്നത്. പൊതുജനാരോഗ്യം സംബന്ധിച്ച പ്രധാന പ്രശ്നങ്ങൾ ജനങ്ങൾ അറിയേണ്ടതുണ്ടെന്നും ചർച്ച ചെയ്യാമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെടുകയായിരുന്നു. തൈറോറക്ടമിക് ചികിത്സയ്ക്ക് വിധേയയായ രോഗിയുടെ കാര്യത്തിലുണ്ടായ ചികിത്സാ പിഴവുകൾ അതീവ ഗൗരവമായാണ് കാണുന്നതെന്നും ചികിത്സ സൗജന്യമായി നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സബ്മിഷൻ മറുപടിയായി മന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നു. ഈ മാസം 22 മുതൽ നിലവിൽ വരുന്ന പുതുതലമുറ GST പരിഷ്കാരങ്ങൾ സാധാരണക്കാർക്ക് ഏറെ ആശ്വാസം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. 2500 രൂപയിൽ താഴെ വിലയുള്ള പാദരക്ഷകളുടെ GST നിരക്ക് 12-ൽ നിന്ന് 5% കുറച്ചിരിക്കുന്നത്. മരം, കല്ല്, ലോഹങ്ങൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളുടെ നികുതി നിരക്ക് 12% നിന്ന് 5% കുറച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വകർമ്മ ജയന്തി ആശംസകൾ നേർന്നു. നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ കർമ്മയോഗികളുടെ സംഭാവനകൾ രാജ്യത്തിന് ഏറെ വിലപ്പെട്ടതാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. PM വിശ്വകർമ്മ യോജനയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ബോധ്ഗയയിൽ നടന്ന വിശ്വകർമ്മ സമ്മേളനം കേന്ദ്രമന്ത്രിമാരായ ജിതൻ റാം മാഞ്ചിയും ശോഭ കരന്തലാജെയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ദേശീയ അവാർഡ് നേടിയ ചലച്ചിത്രം ചലോ ജീത്തെ ഹൈ രാജ്യവ്യാപകമായി റിലീസ് ചെയ്യുന്നു. ഇന്നു മുതൽ ഒക്ടോബർ 2 വരെ പ്രത്യേക പ്രദർശനമുണ്ടാകും. സ്വാമി വിവേകാനന്ദന്റെ തത്വചിന്ത വ്യക്തമാക്കുന്ന ചലച്ചിത്രം 2018-ൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട ഷോർട്ട് ഫിലിമുകളിൽ ഒന്നാണ്. ജപ്പാനിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യൻ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര ഇന്നിറങ്ങും. ഉച്ചകഴിഞ്ഞ് 3:40-നാണ് മത്സരം. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ UAE നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപുരോഗതിയുടെ ചാലകശക്തികളാണ് സ്ത്രീകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാനും രാഷ്ട്രീയ പോഷൺ മാസാചരണത്തിനും പ്രധാനമന്ത്രി മധ്യപ്രദേശിൽ തുടക്കം കുറിച്ചു. 75-ാം ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന പ്രമുഖർ. അസാധാരണമായ നേതൃപാടവത്തിലൂടെ അദ്ദേഹം കഠിനാധ്വാനത്തിന്റെ സമുന്നത മാതൃകയായി മാറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2 ആഴ്ച നീളുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. രാജ്യത്തുടനീളം നടക്കുക വിപുലമായ ശുചിത്വ യജ്ഞങ്ങൾ. അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിന്റെ ആരോഗ്യമേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി സംബന്ധിച്ച ചർച്ചകൾ നിയമസഭയിൽ പുരോഗമിക്കുന്നു. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യൻ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര ഇന്നിറങ്ങും. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ UAE നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.